തിരുവനന്തപുരം ആനാട് പഞ്ചായത്ത് ഓഫീസിൽ യുവാവിന്റെ ആത്മഹത്യാ ശ്രമം. ചേലയിൽ വടക്കുംകര സ്വദേശി രഞ്ജിത്ത് കുമാറാണ് ഓഫീസിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ലൈഫ് പദ്ധതിയിൽ വീട് നിഷേധിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഭീഷണി. സ്വന്തമായി 4 സെന്റ് സ്ഥലമാണ് രഞ്ജിത്തിനുള്ളത്. സഹോദരന്റെ സ്ഥലത്ത് ഷീറ്റിട്ട് ഇടിഞ്ഞു വീഴാറായ നിലയിലാണ് ഭാര്യയും 2 മക്കളും അടങ്ങിയ കുടുംബം താമസിക്കുന്നത്. ലൈഫ് പദ്ധതി പ്രകാരം 2016 ആനാട് പഞ്ചായത്തിൽ അപേക്ഷ നൽകിയത്. എന്നാൽ ഇതുവരെ വീടിന്റെ ഫോട്ടോ എടുക്കാനോ പരിശോധിക്കാനോ ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ലെന്നാണ് രഞ്ജിത്തിന്റെ ആരോപണം. ഇത്തവണത്തെ ലിസ്റ്റിലും തന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ലെന്നും തന്നെ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്നും രഞ്ജിത്ത് പറയുന്നു. ഇത് എനിക്ക് തീരുമാനമായില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ നിൽക്കൂല. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവർക്കാണ്. ആനാട് പഞ്ചായത്തിന് മെമ്പർക്ക് BOയ്ക്ക് എല്ലാവർക്കും വന്ന് എന്റെ വീട് വന്ന് കണ്ട് അതിന് ഇതുവരെ വന്ന് കാണാത്തതിലും എനിക്ക് അതിലാണ് ഏറ്റവും കൂടുതൽ സങ്കടം. വീട് വന്ന് കണ്ടില്ല. പിന്നെ വന്ന് കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയെങ്കിലും എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു. ഇത് ഒരു വാക്ക് പോലും പറയാതെ നിന്റെ ലിസ്റ്റിലില്ല, അടുത്തേന് കാണും, അതിന്റെ അടുത്തേന് കാണും, ഞാൻ ഇത്രയൊന്നും പറഞ്ഞിങ്ങനെ കിടക്കും. പെയിന്റിംഗ് തൊഴിലാളിയാണ് രഞ്ജിത്ത്. എന്നാൽ ഈസ്നോഫീലിയ അസുഖമുള്ളതിനാൽ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം ആശുപത്രിയിൽ ചെലവാക്കാൻ മാത്രമേ തികയുന്നുള്ളൂവെന്നും രഞ്ജിത്ത് പറയുന്നു. അതേസമയം ലിസ്റ്റിൽ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മാനദണ്ഡമനുസരിച്ചാണ് വീട് നൽകുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. മാനദണ്ഡമനുസരിച്ച് വാർഡിൽ 28ാമതായാണ് രഞ്ജിത്തിന്റെ വീടുള്ളത്. ഇതനുസരിച്ചാണ് വീട് അനുവദിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.